ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടുമോ. ഞാൻ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള, അതായത് എൻ്റെ വീടിനോടടുത്തുള്ള ഒരുപാട് പേര് ഇസ്രായേലിൽ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ കെയർ ഗീവറായിട്ട് ജോലിക്ക് വന്ന ഒരുപാട് പേരെനിക്കറിയാം. അപ്പോൾ അവർ വന്ന ജീവിത സാഹചര്യങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇന്ന് വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതം തന്നെയാണ് അവർ നയിക്കുന്നത്. പിന്നെ ഇസ്രായേലിലേക്ക് വരുന്ന യാത്ര വളരെ എളുപ്പമാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്ര തന്നെയാണ് ഇങ്ങോട്ടുള്ളത്. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു ദൈവീകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവണം. അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് ഇവിടെ കയറി വരാൻ പറ്റത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു എമൗണ്ട് നമ്മളിവിടെ ഏജൻറ്റിനും ഏജൻസിക്കും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡോക്യുമെൻറ്റേഷൻ, അത് ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിറകെ നമ്മൾ ഇതിനു വേണ്ടി അങ്ങ് ഇറങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് അധികം കാലതാമസം എടുക്കാതെ വളരെ പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് ഏകദേശം ഒരു 3-3.5 മാസത്തോളം ഞാൻ ഇതിൻ്റെ പിറകെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തോട് ഒരുപാട് അടുക്കാൻ പറ്റിയ മാസങ്ങളായിരുന്നു ഈ 3-3.5 മാസം. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം അത്രയും പരീക്ഷിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്നോട് ഇസ്രായേലിൽ വരുന്നത് എളുപ്പമാണോ എന്ന് ചോദിക്കുന്നവരോടും ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. കാരണം നമ്മൾ എങ്ങനെ പോയാലും ഞാൻ വന്നപ്പോഴത്തേക്കും ഏജൻറ്റിന് ഞാനൊരു 18 ലക്ഷം രൂപ ഏജൻറ്റിനും കൊടുത്തു. പിന്നെ എനിക്ക് ബോംബെയിലായിരുന്നു 20 ദിവസത്തെ ക്ലാസ്സിൻ്റെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പേഴ്സണൽ നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, ആ എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് വിസ കിട്ടി. വിസ വന്ന് വീണ്ടും ഞാൻ ബോംബെയിൽ പോയപ്പം എനിക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു. ഏകദേശം ഒരു 2-2.5 ആഴ്ചയോളം എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കലൊക്കെ ഓക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ഫാമിലി ഇൻവൈറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം വൈഫാണ് പോകുന്നതെങ്കിൽ ഹസ്ബൻഡ് വരണം, ഹസ്ബൻഡാണ് പോകുന്നതെങ്കിൽ വൈഫ് വരണം. അപ്പോഴും നമുക്ക് വീണ്ടും എക്സ്പെൻസ് കൂടുകയുള്ളൂ. അപ്പോഴും നല്ല എക്സ്പെൻസ് നമുക്ക് അവിടെ തന്നെ ആകും. അതെല്ലാം കഴിഞ്ഞു നമ്മൾ ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എങ്ങനെ ആയിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും അറിവുമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാനിവിടെ വന്നു. സത്യം പറഞ്ഞാൽ മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു എനിക്ക്. പുതിയ നാട്, പുതിയ ഭാഷ, പുതിയ ആളുകൾ, അവരെങ്ങനെയായിരിക്കും എന്നെ ഉൾക്കൊള്ളുക, എങ്ങനെയായിരിക്കും എന്നെ സ്വീകരിക്കുക, അങ്ങനെ ഒരുപാട് സംശയങ്ങളും പിന്നെ എൻ്റെ മക്കൾ, എൻ്റെ കുടുംബത്തെ മാറി നിൽക്കുന്ന ആ ഒരു വിഷമമൊക്കെ ആയിട്ടാണ് ഞാനിവിടെ 1.5 വർഷത്തിന് മുമ്പേ ഇവിടെ ഈ നാട്ടിൽ കാലുകുത്തിയത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എന്നെ ഏജൻസിയിൽ കൊണ്ടുപോയി കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ എൻ്റെ എംപ്ലോയറിൻ്റെ മകൻ വന്നു. അവിടുത്തെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു. ഞാൻ കോൺട്രാക്റ്റുണ്ട്, ഞാനും സൈൻ ചെയ്തു, അദ്ദേഹവും സൈൻ ചെയ്തു. തിരികെ എന്നെ അമ്മമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി. ഫസ്റ്റാണ് ഞാൻ അമ്മാമ്മനെയും ഞാനും ഫസ്റ്റ് മീറ്റ് ചെയ്യണേ. പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ ഒരുപാട് കരഞ്ഞു. പുള്ളിക്കാരി കരയത് കണ്ടപ്പം എനിക്ക് എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ അവിടെ അങ്ങ് ഇറക്കി വെച്ചു. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മമ്മയും കൂടെ കരയുന്ന കണ്ടപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാനും ഒന്ന് കരഞ്ഞു. അങ്ങനെ മകൻ എല്ലാവരും എനിക്ക് പരിചയപ്പെടുത്തി. അമ്മാമ്മയുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല നല്ല കിടുക്കച്ചി ഹാൻഡ് ചെയ്ത് വേണം പറയാം. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, നീ എന്തിനാ കരയുന്നത്, നീ വന്നിരിക്കുന്ന നാടേതാ. പുള്ളിക്കാരി എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ പുള്ളിക്കാരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതൊരു ഇന്ത്യയിൽ നിന്നാണ്, കേരളയിൽ നിന്നാണൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഗോഡ്സ് ഓൺ കൺട്രി. സത്യം പറഞ്ഞാൽ എൻ്റെ ആത്മാവ് നേരെ വീടും താഴോട്ട്.
ദൈവമേ. അന്നേരം എൻ്റെ അമ്മ എനിക്ക് കുറച്ച് അച്ചാറൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി എൻ്റെ റൂം കാണിച്ചു തന്നു, സാധനങ്ങളൊക്കെ ഒതുക്കി. അന്നേരം ഞാൻ ആ പിക്കിളെടുത്തുകൊണ്ട് നമ്മുടെ കിച്ചൻ്റെ ടേബിളിൽ വെച്ചു. അന്നേരം ആൻറ്റി അവിടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാമ്മയ്ക്ക് ഒട്ടും വയ്യ. അന്നേരം ഒരാഴ്ച ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അമ്മാമ്മയുടെ റൊട്ടീൻ എങ്ങനെയാണ്, അമ്മാമ്മയുടെ മെഡിസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. പുള്ളിക്കാരി ആഴ്ചയിൽ 4 ദിവസം ക്ലബ്ബിൽ പോകുന്ന ആളാണ്. 8 മണിക്ക് പോയിട്ട് 12 മണിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടാക്കണം. പിന്നെ കറക്റ്റ് സമയമാകുമ്പോൾ പോയി തിരിച്ച് വിളിച്ചിട്ട് വരണം. ഇതൊക്കെ പറഞ്ഞു തരാനും, പിന്നെ സൂപ്പർ മാർക്കറ്റ് എവിടെയാണ്, ബസ് കാർഡ് എടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയായിട്ട് പെട്ടെന്ന് അങ്ങ് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അങ്ങായി കേട്ടോ. ഞാൻ HR വെച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി വന്ന് സാധാരണ ഓരോരുത്തർ ചോദിക്കും എടുത്തോട്ടെ, പക്ഷേ പുള്ളിക്കാരി അതൊന്നും നോക്കാതെ വന്ന് പുള്ളിക്കാരി HR എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഓ വാവ്, പുള്ളിക്കാരിയുടെ കണ്ണൊക്കെ ഒന്ന് പറഞ്ഞ്, കാരണം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റിയാണ്, എനിക്കിന്ന് ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു അച്ചാർ മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടുത്തെ രീതിയിൽ സലാഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അമ്മാമ്മയുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. ആ ഒരാഴ്ച വളരെ വളരെ സന്തോഷമായിട്ട് ഞങ്ങളവിടെ വീട്ടിൽ ജീവിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ എന്നെ ബസ് കാർഡ് എടുക്കാൻ എന്നെ കൂടെ കൊണ്ടുപോയി സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും കാണിച്ചു തന്നു. എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഷെക്കൽ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. എന്നോട് പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ കാശ്, 10 പൈസ 5 രൂപ, 1 രൂപ, അങ്ങനെ തൊട്ടുകൾ ഓരോന്നും എനിക്ക് പരിചയപ്പെടുത്തി തന്നു, നോട്ടുകൾ ഓരോന്നും എനിക്ക് പരിചയപ്പെടുത്തി തന്നു. നീ കടയിൽ പോകുമ്പോഴും ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പിന്നെ എനിക്ക് അവിടെ ഏകദേശം ഒരു 1.5-2 മാസം ഞാനവിടെ കണ്ടിന്യൂ ചെയ്തോളൂ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കവിടെ സാലറി വളരെ വളരെ കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് 2 ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ സ്റ്റേ ആണെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ കണ്ടിന്യൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നതിൽ കുറേ സാമ്പത്തിക ബാധ്യത ഇപ്പോഴും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സാലറിയിൽ എനിക്ക് ഒട്ടും പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്തൊരു ഫാമിലിയിലേക്ക് കയറി. പക്ഷേ ഇവിടെ നമുക്ക് ഇവരാഗ്രഹിക്കുന്നത് നമ്മൾ ഫ്രാങ്കായിട്ട് ഇവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ടാണ്. നമ്മളങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ നമ്മളെ തീർച്ചയായിട്ടും വിശ്വസിക്കും, നമ്മളെ കൂടെ നിർത്തും, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ ചെയ്യും. പക്ഷെ ഞാൻ ഈ ഫാമിലിയിൽ വന്നു ഇപ്പം 1 വർഷവും 4 മാസവും ആവുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ അത്യാവശ്യം ബാധ്യതകളൊക്കെ ഒഴിവായി വളരെ ഹാപ്പിയായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്നവരോട് പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടത്തില്ല. എങ്ങനെ പോയാലും 1.5-2 വർഷത്തോളം നമ്മളിവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ക്യാഷ് നമുക്ക് കിട്ടുന്ന സാലറി സേവ് ചെയ്യാനും അതനുസരിച്ച് ഉപയോഗിക്കാനും പറ്റുന്നവർക്ക് മാത്രമേ ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടാനും പറ്റത്തുള്ളൂ. അതല്ല അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ വരുന്ന ആളുകൾ അവരുടെ ചിന്താഗതി, അവരുടെ മനോഭാവം, അവരെങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും അവരുടെ സാമ്പത്തിക ചുറ്റുപാടും, എന്താ പറയുക, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ അവരുടെ ഓരോരുത്തരുടെ എന്താ പറയുക അവരെടുക്കുന്ന തീരുമാനമായിരിക്കും അവർക്ക് നാളെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയാനാണെങ്കിൽ ഇസ്രായേലിൽ വന്നാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും. എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണ് എനിക്ക് സമ്മാനിച്ചതാണ്. അതെനിക്ക് വളരെ ആത്മാഭിമാനത്തോടെ സത്യസന്ധമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു, ഇസ്രായേലിൽ വന്നാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും. നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടാവും, സമൂഹം നമുക്ക് തരുന്ന നിലപാടിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ഒന്നുമില്ലാത്തിടത്ത് നിന്നും നമ്മളെ ദൈവം എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഈ മണ്ണിന് നമ്മളെ തിരിച്ച് പറഞ്ഞു വിടും, അത് ഉറപ്പാണ് കേട്ടോ. ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഒന്നുകൂടെ പറയുന്നത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെടുക്കുന്ന നിലപാടാണ് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ച് വിടുന്നത്. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ, താങ്ക് യു.